ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ മാവേലിയിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ ഉണ്ട്. നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരുടെ വീട്ടിലൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെ പാക്കറ്റ് സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഓണോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാണ്. ഇത് ഞങ്ങൾ നമ്മുടെ അടുത്തത്തെ അങ്ങാടിയിൽ നിന്ന് മേടിച്ചതാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പം വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട്. ഇപ്പോൾ പഞ്ചസാര ഇതിപ്പോൾ 2 ഇതുണ്ട്. ഒന്ന് മോളെ സ്കൂളിൽ ഓണപരിപാടിക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികളോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ മേടിച്ചതാണ്. ഇത് നല്ല ലാഭത്തിന് നല്ല ലാഭം കേട്ടോ ആ കടയിലുള്ളത്. ഇത്രയും സാധനം മേടിച്ചിട്ട് 2000-ൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ കുറച്ച് നൊസ്റ്റു ഫീൽ ചെയ്യും. പണ്ട് കാലത്തൊക്കെ നമ്മൾ കുട്ടികളാകുമ്പോൾ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഓണം വിഷുവൊക്കെ വരുമ്പോൾ അച്ഛനൊക്കെ കുറേ സഞ്ചിയിലാക്കി കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഓർമ്മ വരും. ശരിക്കും മനസ്സ് കണ്ണൊന്ന് ചെറുങ്ങനെ നനയും അതൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും ഇതിന് അങ്ങനെ അറിയത്തില്ല എങ്ങനെ എന്താണെന്നൊക്കെ. സാധനം കൊണ്ടുവന്ന് അവിടെ വെക്കുക തന്നെ. പണ്ടൊക്കെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി അമ്മയൊക്കെ കുപ്പിയിലൊക്കെ ഇടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇനി ഇതൊക്കെ കുപ്പിയിലാക്കി വെക്കണം കേട്ടോ. കുപ്പിയൊന്നും ഞാൻ ഒഴിച്ച് കഴുകിയിട്ടില്ല. മോളെ പരീക്ഷ തിരക്കും അതൊക്കെ ആയിട്ടാണ്. പിന്നെ സാധനങ്ങളൊന്നും അങ്ങനെ ഒഴിഞ്ഞിട്ടില്ലായിരുന്നു. കടലയും ചെറുപയറൊക്കെ ഒഴിഞ്ഞിട്ടുള്ളായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ സാധനങ്ങളൊന്നും ഒഴിഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെ കുപ്പിയിലാക്കി വെക്കണം. പഞ്ചസാര കൊടുത്തയക്കണം. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ ആ കടയിലുള്ളത്. സ്പീഡിൽ നിന്ന് ഇതിപ്പോൾ നമ്മൾ ലാഭത്തിന് മാവേലിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് സെക്കൻഡ് ക്വാളിറ്റി സാധനമാണ് കിട്ടാറുള്ളത്. പക്ഷേ ആ കടയിൽ നല്ല ക്വാളിറ്റി ഉള്ളത്. ഞങ്ങൾ അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് വാങ്ങുന്നത്. ആ കടയിൽ വില കുറവാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ചെറുപയറൊക്കെ മറ്റേ മാവേലിയിൽ നിന്നൊക്കെ ആദ്യം വാങ്ങുമ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ അത് കുതിർന്നാലും അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴേക്ക് വെള്ളത്തിലിട്ട് വെച്ചാലും വേവിച്ചാലും ഒരുപാട് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ തോന്നാറുണ്ട്. അതാണ് ഞങ്ങൾ ആ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നത്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കുപ്പിയിലിട്ട് വെക്കണം. ബാക്കിയൊക്കെ കവർ കെട്ടിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കി വെക്കണം. പിന്നെ കുപ്പിയൊക്കെ തേച്ച് കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ മാറ്റണം. ഇതാണ് നമ്മുടെ ഷെൽഫ്. അപ്പം കടലയൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. ചെറുപയറിൻ്റെ കുപ്പിയൊക്കെ കാര്യമായിട്ടുണ്ട്. അതിലേക്ക് ചെറുപയറൊക്കെ ഇട്ട് വെക്കണം. പിന്നെ ഉപ്പിൻ്റെ കുപ്പിയും കാര്യമായിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഉള്ളതുകൊണ്ട്. പിന്നെ ഗ്രീൻ പീസൊക്കെ കാര്യമാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഒന്നും ആക്കി വെക്കുന്നില്ലല്ലോ, ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലാണ് ഗോതമ്പ് പൊടി കൊണ്ടെടുക്കാറ്. ഗോതമ്പ് പൊടിയൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് പാത്രം ഒഴിഞ്ഞിട്ട് വേണം കഴുകി വെക്കാൻ. ഇത്രയും സാധനങ്ങൾ നമ്മളൊരു ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ വലിയൊരു പാത്രത്തിലാക്കി അടച്ച് വെക്കുകയാണ്. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒഴിയണം, ഒന്ന് കഴുകിയിട്ട് ഉണക്കണം നല്ലോണം. എന്നിട്ട് വേണം അതിലേക്കൊക്കെ മാറ്റി വെക്കാൻ. നമ്മൾ ഒന്നാമത് കുപ്പിയൊന്നും കഴുകി വെക്കാത്തത്, കുപ്പിയിലുള്ള സാധനങ്ങളൊന്നും ഒരുവിധം അങ്ങനെ ഒഴിഞ്ഞിട്ടില്ല. പിന്നെ പെട്ടെന്ന് സന്തോഷമായിട്ട് ലിസ്റ്റ് എഴുതിക്കോ ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളതിൻ്റെ ഇല്ലാത്തതിൻ്റെ ഒക്കെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഒരു 15 രൂപേൻ്റെ ബസ്സിന് പോകണം അവിടേക്ക്. അപ്പോൾ എപ്പോഴും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഓണമല്ലേ, ഇനി കുറച്ച് പച്ചക്കറികൾ കിട്ടണം. എന്നാൽ പിന്നെ ഓണം ഉഷാറായി. പിന്നെ മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണം. ഓണം എന്ന് പറഞ്ഞ ഒരു ചിലവ് തന്നെയാണ്. പച്ചരി ഉണ്ട്. ഞങ്ങൾ പച്ചരിക്കൊക്കെ കഴുകി പൊടിപ്പിക്കാറാണ് ചെയ്യാറ്. അത് തിങ്കളാഴ്ച കഴുകി വെള്ളത്തിലിട്ട് പൊടിപ്പിക്കണം. പിന്നെ മുളക് 1 കിലോനാണ് വെച്ചത്. നല്ല എരിവുള്ള മുളക് കേട്ടോ, മാവേലിത്തെ മുളക്. അപ്പോൾ അത് കഴുകി ഉണക്കിയിട്ട് വേണം. ഇത് രണ്ടും തിങ്കളാഴ്ച വേണം പൊടിപ്പിക്കാൻ കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ മാവേലി സാധനങ്ങൾ ലിസ്റ്റ് ഇതൊക്കെയുള്ളൂ. താങ്ക് യു.